ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ ആവാനായില്ലേ? ഓണമൊക്കെ ആകുമ്പോഴേക്കും ഇന്നൊരു ഓണം സ്പെഷ്യൽ ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അത്തത്തിന് മുൻപ് തന്നെ വീടൊന്ന് നന്നായി വൃത്തിയാക്കി ഒരുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. ഞാൻ ഈ ഒരു വീഡിയോ അത്തത്തിൻ്റെ 2 ദിവസം മുന്നേ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണത് ഇടാനായിട്ട് പറ്റിയത്. വീട് മുഴുവൻ ഒന്ന് അടുക്കി പെറുക്കി പൊടി അഴുക്കൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കി എടുത്താൽ തന്നെ നല്ലൊരു ഐശ്വര്യമായിരിക്കും അല്ലേ കാണാനായിട്ട്. ആദ്യം മാറാല തട്ടലാണ് കേട്ടോ ഞാൻ ചെയ്തത്. മാറാലയൊക്കെ പെട്ടെന്ന് തന്നെ വരില്ലേ. എന്നും നമുക്കിപ്പോൾ ഇത് തട്ടാനായിട്ടൊന്നും സമയം കിട്ടില്ല. ശരിക്കും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇത് തട്ടാനായിട്ട് ഒരു സമയം കണ്ടെത്തണമല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം അല്ലേ. കൂടുതലാകുമ്പോൾ പിന്നെ നമുക്കത് ചെയ്യാൻ തന്നെ ഒരു മടി വരും. അതുകൊണ്ട് കൂടുതലാകുന്നതിന് മുമ്പേ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇന്നിപ്പോൾ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് എപ്പോഴും മാറാല തട്ടുക, അതല്ലെങ്കിൽ ജനൽ തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരാഴ്ചയിലൊരിക്കൽ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ ചെയ്താലും മതി. കൂടുതൽ പൊടികൾ പിടിക്കാത്തൊരു സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്താലും നമുക്ക് വല്ലാണ്ട് ഭാരം ഉണ്ടായിരിക്കില്ല. ജനലുകളിലും ഷോക്കേഴ്സുകളിലും അതുപോലെ തന്നെ ടേബിളിൻ്റെ അടിയിൽ, സോഫ സെറ്റിയുടെ പുറകിൽ, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കാണാത്ത പൊടികൾ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അതൊന്നും നമ്മൾ എന്നും ഇങ്ങനെ വൃത്തിയാക്കാറൊന്നും ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ ആഴ്ചയിലോ മാസത്തിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യുക. അപ്പം തന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവും. സോഫയൊക്കെ നീക്കി തുടച്ച് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രയോ പൊടികൾ പിന്നെയും വന്നിട്ടുണ്ടാവും. ഇതിനൊക്കെ ഒരു ചിട്ടയായ സമയം കണ്ടെത്തി നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്ത വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ പൊടി പിടിച്ചിരിക്കാൻ സാധ്യതയുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ അധികവും എവിടെയും വെക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഉപയോഗിക്കാതിരിക്കുന്നതൊക്കെ പെട്ടെന്ന് പൊടി പിടിക്കും. അതിൽ കൂടുതൽ ഇങ്ങനെ പൊടികൾ അട്ടിയായിട്ട് പിടിച്ചിരിക്കും. ഉപയോഗിക്കാതിരിക്കുന്നതൊക്കെ നമ്മൾ ശരിക്കും വല്ല ബോക്സിലൊക്കെ ഇട്ടിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീടുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഈ ഷോക്കേഴ്സുകളിലൊക്കെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊടികളിരിക്കും കേട്ടോ. ആ ഫോട്ടോസിലും പിന്നെ താഴേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് പൊടികളിരിക്കും. ഇത് നമ്മൾ വൃത്തിയാക്കാതെ വേറെ വഴിയില്ല. പക്ഷെ ഇതൊന്നും നമുക്കിപ്പോൾ എന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതിന് നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ വെക്കണതാണ് കേട്ടോ. എന്നാൽ നമുക്ക് ആ പേപ്പർ എടുത്ത് ഒഴിവാക്കിയിട്ട് പുതിയൊരു പേപ്പർ വെച്ചാൽ മതി. നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്ന വല്ല ഷീറ്റുകളോ കാര്യങ്ങളൊക്കെ അങ്ങനെ താഴെ വെക്കണതാണ് നല്ലത്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് പൊടിയോ കാര്യമൊക്കെ വരുന്ന സമയത്ത് അതങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പണി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഞങ്ങളിങ്ങനെ ഇവിടെ പേപ്പർ വിരിക്കാനാണ് കേട്ടോ ചെയ്യാറ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എവിടെയോ വെച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ തുടയ്ക്കുന്ന സമയത്ത് നല്ല പൊടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പണിയായിട്ടോ അത്. പിന്നീട് ഞാൻ എന്ത് വിചാരിച്ചു, പേപ്പർ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പേപ്പർ ഇട്ടു. പിന്നെ സൈഡിൽ കൂടെയൊക്കെയുള്ള ചളി എന്ന് പറയുന്നത് മക്കളൊക്കെ അങ്ങനെ കൈ വെച്ച് പിടിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞാൻ പേപ്പർ അങ്ങനെ വിരിച്ചു കേട്ടോ. ഇനി ആ പേപ്പർ കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കളയാനായിട്ട് പറ്റും. ഇപ്പം പിന്നെ ഒരുവിധം ഇങ്ങനെ ഗ്ലാസ്, പണ്ടൊക്കെ ഗ്ലാസ് വരുന്ന അങ്ങനത്തെ അലമാരകളല്ലായിരുന്നു. ഇപ്പോൾ ഗ്ലാസും കാര്യങ്ങളൊന്നും വരില്ല, ഒക്കെ ഓപ്പൺ ആണല്ലേ. അപ്പോൾ ഇതൊക്കെ പൊടികളൊക്കെ പെട്ടെന്ന് കയറിയിരിക്കും. അതൊക്കെ നമ്മൾ തന്നെ തുടച്ച് വൃത്തിയാക്കി എടുത്തേ പറ്റുള്ളൂ. ഇടയ്ക്കൊക്കെ എൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ താഴേക്കായിട്ട് ഒരാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്ന കാണാം കേട്ടോ. ചേച്ചി ഡീപ്പ് ക്ലീനിങ് ചെയ്യൂ, മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതാ ഇന്നലെ ആ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ ക്ലീനിങ് ഒന്ന് കാണിക്കൂ, എല്ലാ ഭാഗവും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കഴിയുന്നത് പോലെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ 2 പേരുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളും ചെയ്യും, മറ്റേ അവൾ കുറച്ച് കാര്യങ്ങളും ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ കാണാൻ കഴിയുക. അപ്പോൾ വീടിൻ്റെ താഴെ ഭാഗമൊക്കെ ഞാനൊരു ക്ലീൻ ചെയ്തു. പിന്നെ മുകളിൽ കുറേ കവളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പേപ്പറൊക്കെ വിരിച്ചൊന്ന് ഒരുവിധം ശരിയാക്കി എടുത്തു. പിന്നീട് നമ്മുടെ സോഫയൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് അതിൻ്റെ പുറകിലത്തെ പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് എടുക്കുക. ഇതൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യണതാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഒരു ഓണം ക്ലീനിങ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടിയൊക്കെ ഇന്ന് ഡീപ്പായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് അത്രയധികം പൊടി അഴുക്കും ഒന്നും പിടിക്കില്ല. ഇനി വേനൽക്കാലം വരുമ്പോഴാണ് കൂടുതൽ പൊടികൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുക. പുറത്തെ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറും, കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത്. ഇപ്പോൾ പിന്നെ പുറത്തെ മണ്ണൊക്കെ ഒന്നും ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത്രയധികം പൊടികളൊന്നും കയറില്ല. എന്നാലും അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം അടുത്ത് നമ്മുടെ കർക്കിടക മാസത്തെ ക്ലീനിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ
വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ മക്കളൊക്കെ ചെറുതായതുകൊണ്ട് അവർ അതും ഇതും പേപ്പറും കളിപ്പാട്ടങ്ങളും അങ്ങനെയൊക്കെ അവിടെയും ഇവിടെ എടുത്ത് ഇടലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു അടുക്കി പെറുക്കി വെക്കലും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. നമ്മൾ വലിയവർ സൂക്ഷിക്കണ പോലത്തിരി വൃത്തിയിലൊന്നും അവരൊന്നും സൂക്ഷിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതാ ഞാൻ ഇനി അടുത്ത് ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാണ്. ഇതൊക്കെ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഓണായിട്ട് മാത്രമാണോ ചെയ്യണതല്ല. അപ്പോൾ ഞാൻ എന്തായാലും എടുക്കുമ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ടേബിളൊക്കെ പിന്നെ നമ്മൾ എന്നും വൃത്തിയാക്കി ഇടുന്നതാണല്ലോ. അടുക്കളയിൽ പിന്നെ നമ്മളെന്നും കൗണ്ടർ ടോപ്പും ഗ്യാസും അടുപ്പിൻ്റെ ആ ഒരു ഭാഗവും തറയൊക്കെ എപ്പോഴും ഇങ്ങനെ വൃത്തിക്കിടില്ലേ. ഇതിൻ്റെ ഇടയിൽ അധികം ഗ്യാപ്പില്ലാതെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ പൊടിയിട്ടേക്കുന്ന പാത്രങ്ങളും കൂടിയൊക്കെ ഒന്ന് ഒരു നനവുള്ള തുണിയൊക്കെ വെച്ചിട്ടൊന്ന് പുറമേ ഇങ്ങനെ തുടച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഡപ്പകളൊക്കെ ഒന്ന് വൃത്തിയായും ഭംഗിയായിട്ടിരിക്കാനായിട്ടത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിലൊക്കെ പെട്ടെന്ന് അഴുക്കുകൾ വരില്ലേ. നമ്മളെപ്പോഴും ചെന്ന് പിടിക്കുന്നൊരു സ്ഥലമാണല്ലോ അത്. ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ ആ അഴുക്ക് അങ്ങനെ അട്ടി പിടിക്കാതെ എന്നും അതൊരു വൃത്തിയോടെ അങ്ങനെ ഇരിക്കും കേട്ടോ. ഉപയോഗിക്കാതെ വെക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറ്റി വയ്ക്കാറുണ്ടല്ലേ അടുക്കളയിൽ, കൂടുതൽ നിറഞ്ഞിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്ത് മുൻകൂട്ടിയിട്ടൊന്ന് കഴുകി വയ്ക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കഴുകി ഉണക്കിയിട്ട് സ്റ്റീൽ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അധികം തുരുമ്പും കാര്യമൊന്നും വരാതിരിക്കും.
ഫ്രിഡ്ജൊക്കെ പിന്നെ നമ്മൾ നിർബന്ധമായി ആഴ്ചയിൽ ഒരു തവണ തുടച്ചെടുക്കണം. ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപയോഗമില്ലാത്തൊക്കെ ഒഴിവാക്കി നല്ലത് മാത്രം വെച്ച് ഒന്ന് ക്ലീനാക്കി എടുക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ഒതുക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണല്ലേ അലമാറ. ഓണമൊക്കെ വരുമ്പോൾ അലമാര ഒന്ന് ഒതുക്കി വയ്ക്കുന്നത് നല്ലതാണ്. പഴയ കുറച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റി വെച്ച് ഓണക്കൊടികളൊക്കെ വയ്ക്കാനായിട്ട് കുറച്ച് സ്ഥലം കിട്ടും. അലമാറയിൽ ഡ്രസ്സുകളൊക്കെ കൃത്യമായിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് നോക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് തിരയാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ വലിച്ചിട്ടിട്ട് ഒരു ഉണ്ടയാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ഇട്ടിട്ട് അടച്ചു വെക്കുകയല്ലേ ചെയ്യുക. എല്ലാവരും ഇതൊക്കെ ആയിരിക്കും ചെയ്യുക. പിന്നീട് എല്ലാം കൂടി ഒരുമിച്ചൊരു ദിവസം വൃത്തിയാക്കി വയ്ക്കും. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കില്ലേ. അപ്പോൾ അതിന് ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗം എന്താ അറിയോ, ഇങ്ങനെയുള്ള ക്യാരി ബാഗുകളുണ്ടല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ മീഷോയിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അങ്ങനെ ഓഫറായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ ചീപ്പ് റേറ്റിനൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ് കേട്ടോ. അതിലൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഡ്രസ്സ് ഓരോ സെക്ഷനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന തരത്തിലുള്ള അങ്ങനത്തെ ബാഗുകൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാനായിട്ടും എളുപ്പമാവും കേട്ടോ. ഓരോരുത്തരുടെയും ഓരോ കവറുകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും ഒക്കെ സുഖമാണ്. കുട്ടികളിലൊക്കെ പൊന്തി നിൽക്കുന്ന ഉടുപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഈ കവറുകളിലിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സ്ഥലം ലാഭിക്കാം കേട്ടോ. അതുപോലെ തന്നെ പൊടി പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും. ഈ ഒരു ബാഗ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒരു 6 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ സാരി വെക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. സാരി അതുപോലെ തന്നെ മുണ്ടുകളൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. ഒതുങ്ങി അങ്ങനെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പുകളൊക്കെ വെക്കാനായിട്ടും നല്ല അടിപൊളിയാണ് കേട്ടോ ഇത്. നമ്മളങ്ങോട്ട് ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കുക. അതുപോലെ തന്നെ അലമാറയിൽ വെക്കാൻ സ്ഥലവും ലാഭിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ പിന്നെ കൊടുത്തിട്ടുള്ളത് 2ാമത്തെ ദിവസം ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ദിവസം ഇത്രയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഇതാ ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഞങ്ങൾ അത്തത്തിന് വേണ്ടിയിട്ട് പൂവൊക്കെ ഇടാനായിട്ട് ചാണകം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് കുറച്ചങ്ങോട്ട് ദൂരെ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു വീട്ടിൽ പോയിട്ട് ചാണകം എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങൾക്ക് ചാണകമൊക്കെ എടുത്ത് തന്നു.
ഇതൊക്കെ ആൾക്കാർ തൊഴാൻ ഭയങ്കര അറപ്പാണ്. ഈ ഒരു ഓണസമയമൊക്കെ ആകുമ്പോൾ മുറ്റത്ത് നല്ല പുല്ല് വരില്ലേ, മഴ അങ്ങനെ പെയ്യുന്നതുകൊണ്ട്. അപ്പോൾ പുല്ല് പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ ഞങ്ങളുടെ കണ്ടോ ഈ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ പെട്ടെന്ന് പുല്ല് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്നിങ്ങനെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യല്ലേ, അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. അതങ്ങനെ പറിച്ചെടുത്ത് പിന്നെ മുറ്റൊക്കെ അടിച്ചോരി ഇന്ന് പൂവിൻ്റെ തറയും കെട്ടിയിട്ട് നാളെ പൂടാന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു. ശരിക്കും എന്നും മുറ്റടിക്കുന്ന സമയത്ത് ഓരോന്നങ്ങൾ പറിച്ച് കളയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് പറിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് അന്നങ്ങനെ ഓരോന്നൊക്കെ അങ്ങനെ പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അധികമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പറിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ അധികമായത്. പൂവിടാനായിട്ടൊരു തറയും കെട്ടണമല്ലോ. അപ്പോൾ ഇന്ന് ഒരു തറ കെട്ടലും കൂടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മണ്ണിങ്ങനെ കിളച്ചെടുക്കുമ്പോഴാണ് വെച്ചാൽ മണ്ണ് കിട്ടണില്ല കേട്ടോ. നല്ല ശക്തിയായിട്ട് കിളയ്ക്കുമ്പോഴാണ് മണ്ണ് കിട്ടണുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ കിളച്ചിട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ എന്നൊക്കെ സമ്മതിക്കണം എന്നുള്ളത്. ഞാൻ 2-3 സ്ഥലത്തൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ മണ്ണെടുക്കണത്. വല്ലാണ്ട് കട്ടിയുള്ള സ്ഥലത്ത് നിന്ന് കളയ്ക്കുമ്പോൾ കിട്ടണില്ല. അങ്ങനെയൊക്കെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിലിപ്പോൾ ക്ലീനിങ് വീഡിയോ മാത്രമല്ല കേട്ടോ, ഞാൻ അത്തത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ എൻ്റെ ഓണം സ്പെഷ്യൽ ക്ലീനിങ് പൂർത്തിയായി. ഒരുമിച്ച് ചെയ്യുന്നതിൽ നല്ലത് കുറച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2 ദിവസമൊക്കെ ആയിട്ടാണ് ചെയ്തത്. അതുപോലെ അവളും ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ക്ലീനിങ്ങൊക്കെ ചെയ്ത് തീർത്തത്. അങ്ങനെ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നും വീഡിയോസ് ഓണം വിശേഷങ്ങളൊക്കെ അങ്ങനെ ഞാൻ ഈ ചാനലിൽ ഇടും, ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു നല്ല ഓണം ആശംസിക്കുന്നു. ടയറൊക്കെ വെച്ചിട്ടൊരു കുഞ്ഞു തറയാണ് കേട്ടോ ഞങ്ങൾ കെട്ടണത്. കഴിഞ്ഞ തവണ ഞാൻ വെറുതെ ഇങ്ങനെ പതിഞ്ഞിട്ടുള്ളൊരു തറ കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ അത് അങ്ങനെയൊക്കെ ഒരു തറയൊക്കെ കെട്ടി. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.